ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു. കൃഷ്ണായനം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുകൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ, ഓഡിയോ കൃഷ്ണകുമാരി. ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ദക്ഷിണായനത്തിലെ ചില സംഭവങ്ങൾ. ബലരാമനും കേശവനും കാട്ടാള സൈന്യവും കരവീരപുരത്തെത്തി. പത്മാവതിയും രാജാവും അവരെ എതിരേറ്റ് സ്വീകരിച്ചു. ശ്യാമവർണ്ണനായ കണ്ണനെയും ശ്വേതവർണ്ണനായ ബലരാമനെയും കാണുവാൻ ജനങ്ങൾ കൊട്ടാരത്തിലേക്ക് ഒഴുകി. കേശവന്റെ അത്ഭുത കഥകൾ ഇതിനകം ഗ്രാമത്തിൽ വരെ എത്തിക്കഴിഞ്ഞിരുന്നു. ഗോവിന്ദൻ സാധുജന രക്ഷകനാണെന്ന് എല്ലാവരും ധരിച്ചു. അദ്ദേഹം തങ്ങളുടെ രാജ്യത്തെ രാജാവായെങ്കിൽ എന്നെല്ലാവരും ആഗ്രഹിച്ചു. ഗോവിന്ദനെ കണ്ട അനുഗ്രഹം വാങ്ങി പോകുവാൻ രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങളെത്തി. കൊട്ടാരവും തെരുവീഥികളും നിറഞ്ഞു. ബലരാമനും കൃഷ്ണനും 2 ദിവസം അതിഥികളായി കഴിയുവാൻ തീരുമാനിച്ചു. ഗോവിന്ദനും ജ്യേഷ്ഠനും മധുര വിട്ടപ്പോൾ അവിടെ ചില ഉപചാപങ്ങൾ തലപൊക്കി. കംസന്റെ മകനായ ബൃഹത് യുവരാജാവാകണമെന്ന് ഒരു കൂട്ടർ അഭിപ്രായപ്പെട്ടു. കംസന്റെ മൂത്ത മകനായ ചിത്രകേതു യുവരാജാവാകണമെന്ന് മറ്റു ചിലർ തറപ്പിച്ചു പറഞ്ഞു. ചിത്രകേതുവിൻ്റെയും ബൃഹദിൻ്റെയും പക്ഷം പിടിച്ച് മധുരയിൽ 2 ഭാഗക്കാർ ഉരുത്തിരിഞ്ഞു. ഈ നീക്കത്തെ അക്രൂരൻ തുടങ്ങിയ യാദവ പ്രമുഖന്മാർ പ്രോത്സാഹിപ്പിച്ചു. ചിത്രകേതുവിനേക്കാൾ സമർത്ഥൻ ബൃഹദായിരുന്നു. ഗോവിന്ദന്റെ നീക്കങ്ങളെക്കുറിച്ച് അവൻ രഹസ്യമായി അന്വേഷണങ്ങൾ നടത്തി. മാധവന്റെ തന്ത്രങ്ങൾ ഒന്നും ബൃഹദിന് മനസ്സിലായില്ല. എത്ര കിണഞ്ഞു ശ്രമിച്ചിട്ടും മധുരയിൽ ആധിപത്യമുറപ്പിക്കുവാനുള്ള പുതിയ തന്ത്രങ്ങളെക്കുറിച്ച് ആലോചിക്കുവാനും രൂപപ്പെടുത്തുവാനും കഴിഞ്ഞില്ല. പക്ഷാഘാതത്തിൽ തളർന്നു വീണ ഉഗ്രസേനൻ തനിക്കൊരു സഹായി കൂടിയേ കഴിയൂ എന്ന് തീർത്തു പറഞ്ഞു. കൃഷ്ണനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഉദ്ധവൻ പോയിട്ടും ഗോവിന്ദനെക്കുറിച്ചൊരു ധാരണയുമില്ല. ഉഗ്രസേനന്റെ താൽപ്പര്യമനുസരിച്ച് ഗർഗാചാര്യൻ എഴുന്നള്ളി. ഉഗ്രസേനൻ ഗർഗനോട് പറഞ്ഞു, ഭഗവാനെ, ആചാര്യ, എൻ്റെ ദിവസങ്ങൾ എണ്ണിക്കഴിഞ്ഞു. യുവരാജാവായി ഒരാളെ ഉടൻ അഭിഷേകം ചെയ്യണം. മധുരയ്ക്ക് ഒരു നായകനുണ്ടായതിനു ശേഷം മരിക്കുന്നതാണ് എനിക്കിഷ്ടം. അങ്ങതിന് അവസരമുണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഗർഗമുനി പറഞ്ഞു, മഹാരാജൻ, മധുരയ്ക്കൊരു യുവനായകൻ ഉണ്ടാവുക തന്നെ വേണം. ഇപ്പോൾ അതിനുള്ള സമയമല്ല. ശുഭകർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ ആവാത്ത കാലം. ദക്ഷിണായനമാണിപ്പോൾ. മഹാരാജാവ് പറഞ്ഞു, ഉത്തരായനം വരെ ഞാൻ ഉണ്ടാവുമെന്ന് ഉറപ്പില്ല. പിന്നെങ്ങനെ ഞാൻ ആശ്വസിക്കും? ഗർഗൻ പറഞ്ഞു, അങ്ങ് മരിക്കുകയില്ല. അത് കേശവൻ നോക്കിക്കൊള്ളും. കേശവൻ വന്നില്ലെങ്കിൽ? ഇല്ല, എല്ലാം അറിയുന്നവനാണ് അദ്ദേഹം. കൃഷ്ണൻ അറിവിൻ്റെയും നിറവല്ലേ. മധുരയ്ക്ക് ആവശ്യമുള്ളത് അദ്ദേഹത്തിനറിയാം. നാം അതിന് വിധേയരാവുക മാത്രമാണ്. ഉഗ്രസേന മഹാരാജാവ് ശാന്തനായി കിടന്നു. ഗർഗൻ പുറത്തു വന്നു. വസുദേവരുടെ ഭവനത്തിലെത്തി. കവിളിൽ കരം ചേർത്ത് ചിന്താമഗ്നനായി വർത്തിക്കുന്ന യാദവൻ ഗർഗനെ കണ്ടപാടെ ആചാര്യ സേവനോദ്യുക്തനായി. വസുദേവർ സന്യാസിയെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു. ഉപചാരങ്ങൾക്കു ശേഷം വസുദേവർ പറഞ്ഞു, മഹർഷേ, കുന്തിയുടെ സന്ദേശവുമായി ഒരു ദൂതൻ വന്നിരുന്നു. ദുര്യോധനന്റെ ക്രൂരതകൾ കൊണ്ട് പാണ്ഡവർക്ക് അവിടെ തങ്ങുവാൻ നന്നേ ബുദ്ധിമുട്ടാണ്. എങ്ങനെയും ധർമ്മജന്മാരെ ഓടിക്കുവാനാണ് ആ ദുർബുദ്ധി ആഗ്രഹിക്കുന്നത്. ദുര്യോധനന്റെ സുഹൃത്തുക്കൾ ശ്രേഷ്ഠരും വില്ലാളികളുമാണ്. ദ്രോണപുത്രനായ അശ്വത്ഥാമാവ്, സൂതപുത്രനായ കർണൻ തുടങ്ങിയവർ അവനെ സഹായിക്കാൻ ബന്ധാഞ്ജലികളുമായി നിൽക്കുന്നു. ദിവസവും ഇവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു, ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നു. പാണ്ഡവർക്ക് അതിന്
അനുകൂലമല്ലാത്ത വിധം മൗനം പാലിക്കുന്നതിൽ ധൃതരാഷ്ട്രരും വിജയിക്കുന്നു. ഭീഷ്മൻ, വിതുരർ തുടങ്ങിയവർക്ക് ഇവരോടൊരു പരിധി കടന്ന് ഇടപെടുവാനും കഴിയുന്നില്ല. അവർ തെറ്റും ശരിയും പറയുന്നു, ഗുണങ്ങൾ പറയുന്നു. പക്ഷെ തെറ്റിൻ്റെ നിമിഷപ്രഭയിൽ സത്യം നിഷ്പ്രഭമാകുന്നു. കേശവൻ പോയതിനു ശേഷം ഒരു വിവരവുമില്ല. ഉദ്ധവൻ അന്വേഷിക്കുവാൻ പോയി, തിരഞ്ഞു പോയവരെയും കാണുന്നില്ല. ഇതെല്ലാം ഓർത്ത് ചിന്താമഗ്നനായി ഇരുന്നു പോയതാണ്. വാർത്തകൾ കേശവനെ ധരിപ്പിക്കുവാനാണ് കുന്തി ദൂതനെ വിട്ടത്. കേശവൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അക്രൂരനെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ഹസ്തിനാപുരത്ത് വിദ്വേഷം ഉരുണ്ടുകൂടുകയാണ്. ഇങ്ങനെ പോയാൽ ഒരു ഭൂകമ്പത്തിലെ എല്ലാം അവസാനിക്കുകയുള്ളൂ. ശമമാണ് വലുത്. പക്ഷേ ആരുണ്ടത് കേൾക്കുവാൻ? വസുദേവരുടെ വാക്കുകൾ കേട്ട് ഗർഗൻ പറഞ്ഞു, വസുദേവ, ജനങ്ങൾ വർദ്ധിക്കുന്നു. ഭൂമിദേവിക്ക് ഭാരം താങ്ങാനാവാതെ ബുദ്ധിമുട്ടുകയാണ്. എങ്ങനെയും ഭാരം ഒഴിവാക്കണം. ശ്രീഹരിയുടെ ലക്ഷ്യവും അതാണ്. യുദ്ധങ്ങൾ ഉണ്ടാവാതെ വയ്യ. എന്തിൻ്റെയും പരിണാമഗുപ്തി ഭൂമിക്ക് അനുകൂലമായിട്ടായിരിക്കും. കേശവന്റെ ലക്ഷ്യവും അതാണ്. അപ്പോൾ പുറത്തൊരു ഭടൻ എത്തി. അവൻ അകത്ത് വന്ന് വസുദേവരോട് പറഞ്ഞു, ബലരാമനും ഗോവിന്ദനും വരുന്നു. അവർ നഗരത്തിലെത്തി. വസുദേവരുടെ മുഖം തിളങ്ങി. ദേവകിയുടെ ഹൃദയം ആനന്ദം കൊണ്ട് തുടിച്ചു. കേശവൻ കൊട്ടാരത്തിലേക്കാണ് ആദ്യം പോയത്. രോഗശയ്യയിൽ കിടക്കുന്ന മഹാരാജാവിനെ കേശവൻ കണ്ടു. ഉഗ്രസേനൻ സന്തോഷത്തോടെ എഴുന്നേൽക്കുവാൻ ഭാവിച്ചു. കേശവൻ സ്നേഹപൂർവം അത് വിലക്കി. രാജ്യകാര്യങ്ങളെക്കുറിച്ച് ഉഗ്രസേനൻ സംസാരിച്ചു. ഉത്തരായനത്തിനു മുൻപ് തൻ്റെ അന്ത്യം സംഭവിക്കുമെന്നും അതിനു മുമ്പ് കേശവനെ യുവരാജാവായി അഭിഷേകം ചെയ്തു കാണുവാൻ ആഗ്രഹമുണ്ടെന്നും ഉഗ്രസേനൻ അറിയിച്ചു. ഗോവിന്ദൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഹാരാജൻ, മരണം ജന്മസിദ്ധമാണ്. ജീവനുള്ള എല്ലാ ജീവികളും അനുഭവിക്കേണ്ട മഹാതത്വം. അത് എപ്പോൾ ആഗമിക്കുമെന്ന് ആർക്കും പറയുവാനാവുകയില്ല. അങ്ങ് സമാധാനപ്പെടുക. ഏതായാലും ഈ ഉത്തരായനത്തിന് മുമ്പ് അങ്ങയ്ക്ക് മരണമുണ്ടാവുകയില്ല. അങ്ങയുടെ അഭീഷ്ടം പോലെ കാര്യങ്ങൾ നടക്കും, സംശയിക്കേണ്ട. അമൃത് പോലെ കുളിർമയുള്ളതായിരുന്നു കേശവന്റെ വാക്കുകൾ. മഹാരാജാവിൻ്റെ വദനം കാന്തിയാർന്നു. കേശവൻ പിതാവിനെ വന്നു കണ്ടു. അമ്മയെ ആലിംഗനം ചെയ്തു. മകനെ കണ്ണു നിറച്ച് കാണുവാൻ കഴിയുന്നില്ല എന്ന പരാതി വീണ്ടും അവർ ആവർത്തിച്ചു. കേശവൻ അമ്മയെ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, മാതാവേ, അമ്മയുടെ മകന് തിരക്കേറുകയാണ്. അത്തരമൊരു മകന് ജന്മം നൽകിയതിൽ അമ്മ ആഹ്ലാദിക്കുകയാണ് വേണ്ടത്. മാർക്കണ്ഡേയന്റെ കഥ അമ്മ തന്നെയല്ലേ പറഞ്ഞു തന്നത്? ഗുണഭൂയിഷ്ഠനായ ഒരുവന് എവിടെങ്കിലും ചടഞ്ഞിരിക്കുവാൻ ആവുകയില്ല. ഗുണാതീതൻ നിർഗുണനാണ്. അവന് ചടഞ്ഞുകൂടുവാൻ കഴിയും. പക്ഷേ അവൻ്റെ ബോധം കർമ്മമണ്ഡലത്തെ ധന്യമാക്കുമെന്ന് തീർച്ചയാണ്. അവൻ്റെ ചിന്തകളാണ് എക്കാലവും ഭൂലോകത്തെ ധന്യമാക്കിയിരിക്കുന്നത്. മകൻ പറഞ്ഞതെന്തെന്ന് ദേവകിക്ക് മനസ്സിലായില്ല. അവർക്കത് അറിയുകയും വേണ്ട. പൊന്നുമകൻ്റെ തിരുമുടി മുതൽ തൃപ്പാദം വരെ കണ്ടുകൊണ്ടിരുന്നാൽ മതി. കണ്ണുനീരോടെ അവരത് കേശവനെ ധരിപ്പിക്കുകയും ചെയ്തു. ഒരു ദൂതൻ വന്നറിയിച്ചു, ഒരു സതീർത്ഥ്യൻ കാണുവാൻ വന്നിരിക്കുന്നു. ശ്വേതകേതു എന്നാണ് നാമം. വരുവാൻ പറയൂ. എൻ്റെ പ്രിയ സഖാവാണ് അദ്ദേഹം. ബഹുമാനിച്ച് കൂട്ടിക്കൊണ്ടുവരൂ. കേശവൻ ശ്വേതകേതുവിനെ കാണുവാൻ കൊട്ടാര പൂമുഖത്തേക്ക് വന്നു. ശ്വേതകേതുവും എത്തി. സുഹൃത്തുക്കൾ ആലിംഗനബദ്ധരായി. കുശലങ്ങൾ ചോദിച്ചു. പഴയ കാര്യങ്ങൾ സ്മരിച്ചു. കേശവൻ ചോദിച്ചു, സുഹൃത്തേ, താങ്കൾ ഇപ്പോൾ എവിടെ നിന്നാണ് എഴുന്നള്ളിയത്? സാന്ദീപനിയുടെ ആശ്രമത്തിൽ ഞാനും ജ്യേഷ്ഠനും കുറച്ചുനാൾ ഉണ്ടായിരുന്നു. താങ്കളെ കാണുകയുണ്ടായില്ല. സഹോദരിയെ പരിചയപ്പെട്ടു. താങ്കൾ രാജ്യാന്തര യാത്രയിലാണ് എന്നറിഞ്ഞു. വിശേഷങ്ങൾ വിശദമാക്കൂ. കേശവ, ഞാൻ ഗുരുനികടത്തിൽ നിന്നും വിദർഭയിലേക്കാണ് പോയത്. അവിടെ രാജാവിൻ്റെ ആഗ്രഹമനുസരിച്ച് പുരോഹിതനായി കൂടി. രുക്മിണിയുടെ ഭരണമാണ് അവിടെ ഇപ്പോൾ പൊടി പൊടിക്കുന്നത്. ചില കാര്യങ്ങൾ താങ്കളെ ധരിപ്പിക്കുവാനാണ് ഞാൻ എത്തിയത്. ഗോവിന്ദൻ തന്നെ മനസ്സ് വെച്ച് പരിഹരിക്കേണ്ടതുമാണവ.
ആമുഖമായി ഇങ്ങനെ പറഞ്ഞ് സ്വരം താഴ്ത്തി ശ്വേതകേതു പറഞ്ഞു, ജരാസന്ധൻ പുതിയ ചില നീക്കങ്ങൾ നടത്തുകയാണ്. വളരെ ബുദ്ധിപൂർവം ഗംഗാസമതലത്തിലെ രാജ്യങ്ങളെ നിനക്കെതിരെ അണിനിരത്തുകയാണ് ജരാസന്ധന്റെ ലക്ഷ്യം. അവന്റെ വലം കൈയായി രുക്മിയുമുണ്ട്. രുക്മി ജരാസന്ധന്റെ പൗത്രിയെ വിവാഹം കഴിച്ച് ഒരു ബന്ധം ഉറപ്പിക്കും. ചക്രവർത്തിയാകുവാനുള്ള വഴി തെളിക്കുകയാണ് രുക്മി. ജരാസന്ധന് വമ്പിച്ച സൈന്യത്തെ ലഭിക്കുകയും ചെയ്യും. അടുത്തതായി അവരൊരുക്കുന്ന മറ്റൊരു ബന്ധം ചേതിരാജനുമായി രുക്മിണിയുടെ വിവാഹമാണ്. രുക്മിണിയെ ശിശുപാലൻ വിവാഹം ചെയ്താൽ വിദർഭയ്ക്ക് പുതിയ ബന്ധു ഉണ്ടാകും. ശിശുപാലനോ താങ്കളോട് വിരോധമുള്ളവനും വമ്പിച്ച സൈന്യത്തിൻ്റെ ഉടമയുമാണ്. അത്തരമൊരു ബന്ധം രുക്മിക്ക് ആവശ്യമെന്ന് പറഞ്ഞത് ജരാസന്ധനാണ്. അവർ പുതിയ ശക്തി കേന്ദ്രങ്ങൾ സമാഹരിച്ച് ബൃഹത് ശക്തിയാവുകയാണ്. പക്ഷേ പെട്ടെന്ന് കേശവൻ ചോദിച്ചു, എന്തു പക്ഷേ? വിശദമാക്കൂ. കേശവ, രുക്മിണിയുടെ ഒരു ദൂതനാണ് ഞാൻ. വിദർഭ രാജകുമാരിക്ക് ശിശുപാലനെ ഇഷ്ടമല്ല. അവൾക്ക് താങ്കളോടാണ് സ്നേഹം. താങ്കൾ അവളെ ബാന്ധവിക്കണമെന്ന് അഗാധമായി അവൾ ആഗ്രഹിക്കുന്നു. പക്ഷെ ആരോട് പറയുവാൻ? അവളുടെ ചുറ്റും രുക്മിയുടെ സേവകരാണ്. എങ്ങനെയും രുക്മിണിയെ രക്ഷിക്കണമെന്ന് എന്നോട് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. കേശവൻ ചോദിച്ചു, വിദർഭയുടെ പാരമ്പര്യമനുസരിച്ച് സ്വയംവരമല്ലേ വിവാഹം? അപ്പോൾ ഞാൻ എത്തിച്ചേർന്നാൽ മതിയല്ലോ. ശ്വേതകേതു പറഞ്ഞു, താങ്കൾ ഇടയബാലനല്ലേ, ഒരു രാജകുമാരനല്ലല്ലോ. അതുകൊണ്ട് വിവാഹക്ഷണം ഉണ്ടാവുകയില്ല. എന്നല്ല, താങ്കളെ അറിയിക്കരുതെന്ന് പ്രത്യേകം നിഷ്കർഷിക്കുന്നുമുണ്ട്. അങ്ങനെയോ? എങ്കിൽ വേണ്ട. നടക്കുവാനുള്ളത് നടന്നേ തീരൂ. മേഘങ്ങൾ കാലമെത്തിയാൽ മണ്ണിലമരും. പൂക്കൾ പൂർണ്ണമായി വിടർന്നാൽ പരാഗണമുണ്ടാകും. എല്ലാം പ്രകൃതിയുടെ നിശ്ചയമാണ്. അതുപോലെ രുക്മിണിയുടെ ആഗ്രഹവും യഥാസമയം നടക്കും, സംശയമില്ല. കേശവന്റെ വാക്കുകൾ സുഹൃത്തിൽ ആഹ്ലാദം ജനിപ്പിച്ചു. ഏറ്റെടുത്ത കർമ്മം പൂർണ്ണമായാൽ ആഹ്ലാദം സ്വതസിദ്ധമാണല്ലോ. ശ്വേതകേതുവിനെ വിട്ടിട്ട് കേശവൻ കൊട്ടാരത്തിലേക്ക് നടന്നു. കേശവന് എതിരായി ചില യാദവ പ്രഭുക്കളെ സംഘടിപ്പിക്കുന്നതിൽ ബൃഹദ് വിജയിച്ചു. അത്തരം പ്രഭുക്കന്മാരിൽ ശ്രേഷ്ഠൻ സത്രാജിത്തായിരുന്നു. കേശവൻ മധുരയിലെത്തിയതിൻ്റെ 3-ാം ദിവസം ബൃഹദ് ഒരു രഹസ്യയോഗം വിളിച്ചു ചേർത്തു. സത്രാജിത്തായിരുന്നു യോഗത്തിൻ്റെ അധ്യക്ഷൻ. ബൃഹദ് പറഞ്ഞു, ഇന്നലെ കൃഷ്ണൻ ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്ന വിവരം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. കരവീരപുരത്തു നിന്നും കണ്ണൻ കവർന്നുകൊണ്ടുവന്ന സ്വർണവും രത്നവും സമ്പത്താക്കി യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കാനാണ് തീരുമാനം. അതോടൊപ്പം മധുരയിൽ നിർത്തിവെച്ചിരുന്ന രഥമത്സരം നടത്തുവാനും കൃഷ്ണൻ പറഞ്ഞു. എൻ്റെ പിതാവ് നിർത്തലാക്കിയ ഒരു മത്സരം വീണ്ടും തുടങ്ങുന്നത് അദ്ദേഹത്തെ ധിക്കരിക്കുവാനാണ്. നിഷേധ രൂപത്തിലുള്ള ആ മത്സരം നടത്തുവാൻ നാം അനുവദിക്കരുത്, സത്രാജിത്ത് പറഞ്ഞു. കൃഷ്ണൻ ദൈവമാണെന്ന് ഭാവിക്കുന്നു. മനുഷ്യനുള്ള ഗുണം പോലും അയാൾക്കില്ല. ജരാസന്ധ പ്രഭുവിനോട് തോറ്റോടിയ ആ കാലിച്ചെറുക്കൻ ഏതു ദൈവം? കഷ്ടം തന്നെയാണ് നമ്മുടെ ജനത്തിൻ്റെ ചിന്ത. എന്നാൽ ഈ ഗോവിന്ദൻ ബുദ്ധിശാലിയാണ്. പലതും തന്ത്രത്തിലാണ് നടത്തുന്നത്. കാമചാരിയായ അവൻ നീതിയുക്തൻ പോലുമല്ല. ഏതായാലും അവനെ അംഗീകരിക്കാൻ പ്രയാസമാണ്. രഥമത്സരം നമുക്ക് ഒഴിവാക്കാം. എന്നല്ല, കേശവൻ എടുക്കുന്ന ഒരു തീരുമാനവും നമുക്ക് ആവശ്യമില്ല. സത്രാജിത്ത് ഇരുന്നപ്പോൾ ആ യോഗത്തിലേക്ക് അപ്രതീക്ഷിതമായി ഒരാൾ കടന്നു വന്നു. കേശവൻ. അതുവരെ ധൈര്യം അവലംബിച്ചിരുന്ന എല്ലാവരും ഞെട്ടി, പലരും വിയർത്തു. കേശവൻ പറഞ്ഞു, എന്താണ് എല്ലാവരും കൂടിയിരുന്ന് ആലോചിക്കുന്നത്? വിശേഷ വിധിയായി എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ആരോ സംസാരിക്കുന്നത് കേട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, സത്രാജിത്ത് പറഞ്ഞു. കംസൻ നിർത്തിയ ഉത്സവമാണ് രഥമത്സരം. അത് തുടരുവാൻ തീരുമാനിച്ചെന്ന് കേട്ടു. അത് നമുക്ക് വേണ്ട. മരിച്ചുപോയ രാജാവിനോടുള്ള ധിക്കാരമാണത്, കേശവൻ പറഞ്ഞു. ആര് പറഞ്ഞു രഥമത്സരം വേണമെന്ന്? ജനങ്ങളുടെ പ്രതിനിധികളായി വന്നവരാണ് രഥമത്സരം നടത്തണമെന്ന് ആവശ്യപ്പെട്ടത്. അവരുടെ ഉത്സവമാണത്രേ. കംസൻ നിർത്തിയ ഉത്സവം വീണ്ടും തുടരുന്നത് തെറ്റെന്ന് എനിക്ക് തോന്നുന്നില്ല. ദുരാചാരമാണെങ്കിൽ
നിർത്തിവെക്കുന്നത് നല്ലത് തന്നെ. ഇത് ദുരാചാരമല്ലല്ലോ. വ്യക്തിപരമായ ഉത്സവത്തിന് ഞാൻ എതിരല്ല. ഇത് കേട്ട് സത്രാജിത്ത് പറഞ്ഞു. കണ്ണാ, നീ തന്ത്രപരമായി സംസാരിക്കുന്നു. മധുരയിൽ ഇന്ന് നടക്കുന്നതെല്ലാം നിന്റെ അറിവോടെയാണ്. നീ രാജാവിനെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നു. നിന്റെ ആജ്ഞാനുവർത്തിയാണ് മഹാരാജാവ്. പക്ഷേ മധുര എന്നും നിന്റെ തന്ത്രത്തിൽ നിൽക്കും എന്ന് കരുതരുത്. കേശവൻ പുഞ്ചിരിച്ചു പറഞ്ഞു. യാദവരെ, മധുരയിൽ വേണ്ടതെന്തെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല. വേണ്ടാത്തതിനെക്കുറിച്ച് ആലോചിച്ച് തല പുണ്ണാക്കുകയും ചെയ്യുന്നു. ജരാസന്ധൻ വീണ്ടും മധുര ചുടുവാൻ വരുന്നു. ഇപ്പോൾ അത് തടയുവാനാണ് നാം നോക്കേണ്ടത്. യുവരാജാഭിഷേകം പിന്നെയുമാകാം. സത്രാജിത്തും ബൃഹദും ഒരേ ശ്വാസത്തിൽ പറഞ്ഞു. യുദ്ധത്തിൻ്റെ കാരണക്കാരൻ താങ്കളല്ലേ? കേശവൻ ഗൗരവത്തിൽ തന്നെ മറുപടി പറഞ്ഞു. യുദ്ധത്തിൻ്റെ മാത്രമല്ല, സകലത്തിൻ്റെയും കാര്യക്കാരനും ഞാൻ തന്നെ. ധർമ്മത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഞാൻ സാരഥിയാണ്. കൃഷ്ണൻ പറഞ്ഞതെന്തെന്ന് അവർക്ക് മനസ്സിലായില്ല. കേശവൻ സഭയിൽ നിന്നും ഇറങ്ങി നടന്നു. അദ്ദേഹം ഉദ്ധവരുടെ അടുത്തെത്തി പറഞ്ഞു. നാളെ തന്നെ ബൃഹദിനെ യുവരാജാവാക്കുവാൻ വേണ്ട ഏർപ്പാടുകൾ നടത്തുക. വാർത്ത രാത്രിയിൽ തന്നെ എല്ലാവരുടെ അടുത്തും എത്തി. ദക്ഷിണായനത്തിൽ അഭിഷേകമോ? ഗർഗൻ പോലും അതിശയിച്ചു. കൃഷ്ണനാണ് പറഞ്ഞിരിക്കുന്നത്. അത് വെറുതെയല്ല. ആ വാക്കുകൾക്ക് പിന്നിൽ മറ്റേതെങ്കിലും പൊരുൾ കാണും. അതുകൊണ്ട് എതിർക്കാതിരിക്കുന്നതാണ് ബുദ്ധി. വാർത്തയറിഞ്ഞ് ബൃഹദ് പോലും അതിശയിച്ചു. എന്നാൽ ഒരാൾ മാത്രം ഈ യുവരാജാഭിഷേകത്തെ എതിർത്തു. അത് ബൃഹദിൻ്റെ ഭാര്യയായ വിശാഖയായിരുന്നു. കംസന്റെ സേനാപതിയായ പ്രദ്യോധനന്റെ മകളായിരുന്നു വിശാഖ. കൃഷ്ണനെക്കുറിച്ച് നല്ലതായി ധരിച്ചിരുന്ന വിശാഖ ഭർത്താവിനെ ഉപദേശിച്ചു. യുവരാജാവാകുക എന്ന അഭിലാഷം മാറ്റിവെക്കുന്നതാണ് നല്ലത്. കേശവൻ ഉള്ളിടത്തോളം കാലം അത്തരമൊരാഗ്രഹം നടക്കുവാൻ പോകുന്നില്ല. അങ്ങ് യുവരാജാവായാൽ നാം ചക്രവർത്തിയായ ജരാസന്ധനുമായി പിണങ്ങേണ്ടി വരും. നമ്മുടെ ജീവിതത്തിലെ സ്വസ്ഥത അതോടെ നശിക്കും. പോകൂ, കേശവനോട് പറയൂ, യുവരാജാവായി മറ്റാരെയെങ്കിലും അഭിഷേകം ചെയ്യുവാൻ. കേശവന്റെ തന്ത്രങ്ങളെ അതിജീവിക്കുവാൻ നമുക്കാവില്ല. ബുദ്ധിയും കർമ്മവും സമരസപ്പെടുത്തിയ ആ യാദവനെ ജയിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. വിശാഖയുടെ വാക്കുകൾ ബൃഹദിനെ ബോധവാനാക്കി. ആ രാത്രിയിൽ തന്നെ ബൃഹദ് കേശവനെ കണ്ടു. താൻ യുവരാജാവാകുന്നില്ലെന്ന് തീർത്തു പറഞ്ഞു. കേശവൻ പുഞ്ചിരിച്ചു. ബൃഹദിനെ കേശവൻ നിർബന്ധിച്ചില്ല. തൻ്റെ വാക്കുകൾ കൃത്യമായി അനുഷ്ഠിച്ചതിൽ കേശവൻ മനസ്സിൽ വിശാഖയെ ശ്ലാഘിച്ചു. ബൃഹദിൻ്റെ തീരുമാനമറിഞ്ഞ് സത്രാജിത്ത് അടക്കം ബൃഹദിനെ സഹായിക്കുവാനിരുന്നവർ ഞെട്ടിപ്പോയി. രാജകുമാരൻ്റെ മനംമാറ്റത്തിൻ്റെ കാരണം മനസ്സിലാവാതെ അവർ ഉഴന്നു. കേശവന്റെ പുഞ്ചിരി അപ്പോഴും അവർ കണ്ടു. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അടുത്ത ദിവസം അടുത്തൊരു ഭാഗവുമായി എത്തുന്നതാണ്. താങ്ക് യു.